മക്കളെ, എൻ്റെ കുട്ടികളുടെ ഓണം എക്സാം എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ ആരും കമൻറ്റ് സെക്ഷനിൽ പറയണ്ട, നിങ്ങൾ മിസ്സിനോടും പറയണ്ട. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫ് നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കുക, എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഓണം എക്സാം? അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്ന ആൻസർ നന്നായിരുന്നു, നല്ല രീതിയിൽ ഞാൻ എഴുതി, എനിക്ക് അത്യാവശ്യം നല്ല മാർക്സ് ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ ഡെയിലി പഠിച്ചിട്ടുണ്ടാകും, അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇട്ടിട്ടുണ്ടാകും. അങ്ങനെയുള്ള ആൻസറാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ അതേപോലെ തന്നെ മുന്നോട്ട് പോവാം. ഇനി അതല്ല, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എനിക്ക് നല്ല മാർക്സ് ഇല്ല, ഞാൻ വിചാരിച്ചത്ര പോലും മാർക്സ് ഇല്ല, ഞാൻ തോറ്റു പോകുന്ന അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ആ ഒരു സെൽഫ് അനാലിസിസിൽ നിന്ന് കുറേ കാര്യങ്ങൾ തിരിച്ചറിയാനുണ്ട്. നമ്മൾ ഡെയിലി പഠിച്ചിട്ടില്ല, നമ്മൾ ചോദ്യങ്ങൾ ചെയ്തിട്ടില്ല, അല്ലേ? അപ്പം ഇതേ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ ഭയാനകമായിരിക്കും. ഭയാനകമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോൽവിയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. അങ്ങനെ തോൽവികളാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആർക്കും താല്പര്യം ഉണ്ടാവില്ല, അല്ലേ? എല്ലാവരും ലൈഫിൽ മുന്നേറാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം മുന്നേറണം എന്നുള്ളൊരു ആഗ്രഹം മാത്രം പോരാ, നമുക്കതിനുള്ള എഫേർട്ടും കൂടെ നമ്മൾ ഇടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളുടെ ആഗ്രഹങ്ങൾ എന്തായിട്ട് മാറുള്ളൂ, യാഥാർത്ഥ്യമായിട്ട്, റിയാലിറ്റി ആയിട്ട് മാറുള്ളൂ. അപ്പോൾ അങ്ങനെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ മാജിക്കൽ പവറോ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ എഫേർട്ട് ഇട്ടാൽ മതി, നമ്മൾ സിൻസിയറായിട്ട് വർക്ക് ചെയ്താൽ മതി. അങ്ങനെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങളെ പേടിപ്പിക്കുകയാണോ? അല്ല, നിങ്ങളെ പേടിപ്പിക്കുന്നതല്ല, റിയാലിറ്റിയാണത്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അത് 2020 സമയത്ത്, നിങ്ങൾ ചിലപ്പം 8ലും 9ലൊക്കെ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും, കൊറോണ ടൈമായിരുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ക്ലാസ്സുകളൊന്നും കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് പോർഷൻസ് മാത്രം പഠിച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മാത്രം ചെയ്ത് അത് അങ്ങനെ തന്നെ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ വരും, അല്ലേ? അപ്പോൾ എന്താണ്, നമുക്ക് വളരെ ഈസിയാണ്. ഒരു രാത്രി ഇരുന്ന് എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്ന് ഒരു ലൈവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് എക്സാം എഴുതിയിട്ട് ഫുൾ മാർക്കും വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ആ അവസ്ഥ മാറി. ഇതിപ്പോൾ 2025ആയി. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ തരുന്നുണ്ട്. ആൻഡ് ഇത്തവണയാണെങ്കിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ്, എന്തായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറാൻ പോവുകയാണ്, ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവാൻ പോവുകയാണ്, നല്ലപോലെ പഠിച്ച ആൾക്കാർക്ക് മാത്രം മാർക്ക് കൊടുത്താൽ മതി, അല്ലേ? വാരിക്കോരി ഫുൾ മാർക്കും ഫുൾ A+കളും ഒന്നും വേണ്ട. ആ ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ചോദ്യ പേപ്പർ ടഫാകുന്നത്, ക്വാളിറ്റി കൂട്ടാൻ തന്നെയാണ്. അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ എല്ലാവർക്കും നല്ല മാർക്സ് ഉണ്ടാകും, പഠിക്കാത്ത നിങ്ങൾക്ക് മാർക്സ് ഉണ്ടാവില്ല. അവസാനം മാർക്കില്ലാതെ മിസ് എനിക്ക് ആ കോഴ്സിന് പോകണമെന്നായിരുന്നു ആഗ്രഹം, എനിക്കതിന് കിട്ടിയില്ല, എനിക്ക് ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കണമെന്നായിരുന്നു ആഗ്രഹം, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല, എന്തെങ്കിലും കാര്യമുണ്ടോ ഇത് പറഞ്ഞിട്ട്? ഒരു കാര്യമില്ല. നമുക്ക് ആർക്കെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. എഡ്യൂക്കേഷൻ ഇസ് എക്സ്പെൻസീവ്. നല്ല കോഴ്സിനൊക്കെ നമുക്ക് നല്ല പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിലേക്കൊന്നും പോവാതെ നമുക്ക് മെറിറ്റിൽ നമുക്ക് ആ സീറ്റ് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റിയും ആ സാഹചര്യങ്ങളും നമുക്കുണ്ടായിട്ട് അത് നമ്മളെ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത്? നമ്മളെ തന്നെയാണ്, അല്ലേ? ആ സമയത്ത് നമുക്കുണ്ടാവുന്ന വിഷമവും കുറ്റബോധവും നമുക്ക് ഒരു കാരണവശാലും തീർക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല. കാരണം കഴിഞ്ഞു പോയ സമയം കഴിഞ്ഞു പോയതാണ്. നമ്മൾ ആരെടുത്ത് പറയും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു നിസ്സഹായാവസ്ഥയിൽ നിങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. നിങ്ങളങ്ങനെ കാണാൻ നിങ്ങളും ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, അല്ലേ? അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം? ഡെയിലി നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഫുൾ മാർക്സൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഡെയിലി പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മണിക്കൂറുകളോളം ഇരുന്നൊന്നും സ്പെൻഡ് ചെയ്യേണ്ട. ഒരു ഡെയിലി 2-3 hours നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓണം വെക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മിസ് ഞങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല, അപ്പോൾ ഈ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യും? മക്കളെ, ഇതിപ്പം മിസ്സ് പറയുമ്പോൾ നിങ്ങൾ തോന്നുന്നുണ്ടാവും മിസ്സ് ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്ന ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ആയിരിക്കും. നിങ്ങൾ ആരെയും മിസ്സ് നിർബന്ധിക്കില്ല. ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് മിസ്സ് പറയില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പം കഴിഞ്ഞ ക്ലാസ്സുകളൊന്നും ഇപ്പോൾ ഇനി സ്കൂളിൽ ഇനിയിപ്പോൾ നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചാലും സ്കൂളുകളിലെ ക്ലാസ്സൊന്നും കഴിഞ്ഞ ചാപ്റ്റേഴ്സ് കിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചുകളിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ലൈവ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും വർക്ക്ഷീറ്റും എല്ലാം അവിടെ ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല, അതിന് പറ്റാത്ത അവസ്ഥയിലുള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലാസ്സുകളുണ്ട്, നിങ്ങൾക്ക് അത് കാണാം, അല്ല? ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിലെ ക്ലാസ്സുകൾ നല്ല എഫക്റ്റീവായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കി പഠിക്കുക, എന്നിട്ട് ചോദ്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും അവസാനം നമ്മൾ എത്തുന്നത് എവിടെയാണ്? നല്ല പോലെ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന സ്കോർ കിട്ടുള്ളൂ. അതിനുശേഷം നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ.
അല്ലേ? അതിന് നിങ്ങൾക്കിപ്പോൾ വേറെ ഒന്നും ചിന്തിക്കാനില്ല. നിങ്ങൾക്കിപ്പോൾ പഠിക്കാൻ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പൈസ കൊടുക്കണോ? നിങ്ങൾ ജോലി ചെയ്ത് സമ്പാദിച്ച് വീട്ടിൽ കൊടുക്കേണ്ട അവസ്ഥയുണ്ടോ? ഇല്ല അല്ലേ? നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും പണിയെടുത്ത് കൊടുക്കണോ? വേണ്ട. നിങ്ങൾ ജസ്റ്റ് പഠിച്ചാൽ മതി. അത് മാത്രമല്ലേ നമ്മുടെ പാരൻസ് പറയുന്നുള്ളൂ അല്ലേ? നമ്മളെന്താ ചെയ്യണം ആ സമയത്ത്? നമ്മൾ കുട്ടികളല്ലേ, ഞങ്ങൾ റിലാക്സ് ചെയ്യണ്ടേ, ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ റീല് കാണണ്ടേ അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിക്കൂ നിങ്ങളുടെ പാരൻസിൻ്റെ അവസ്ഥ. അവരാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എഴുന്നേൽക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ പാരൻസ് എഴുന്നേൽക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് സ്കൂളിലേക്കുള്ള ഭക്ഷണം റെഡിയാക്കുന്നുണ്ടാകും. അതിനുശേഷം നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവരും ജോലിക്ക് പോകുന്നുണ്ടാവും. തിരിച്ചു വന്നിട്ടും അവർ ചെയ്യുന്നത് എന്താ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ്. അവരെന്തിനാ ഇത്ര എങ്ങനെ നെട്ടോട്ടം ഓടുന്നത്? നിങ്ങളുടെ ആവശ്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് യൂണിഫോം, നിങ്ങൾക്ക് ഭക്ഷണം, നിങ്ങൾക്ക് ബുക്സ്, നിങ്ങൾക്ക് അത് ഇത്, നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അവർ എപ്പോഴെങ്കിലും പൈസ ഇല്ല അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയില്ല അല്ലേ? കാരണം എന്താ? അവരാഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരു കുറവും ഇല്ലാതെ നിങ്ങൾ പഠിക്കണം അല്ലേ? നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്കൊന്നും ഇല്ലാതെ ആവരുത് എന്ന ആഗ്രഹത്തോടു കൂടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവർക്കും വേണം ചിന്തിച്ചൂടെ, എനിക്ക് കുറച്ച് എൻജോയ് ചെയ്യണം അല്ലേ? ഞാൻ പൈസ ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ബുക്കോ ഒന്നും വേണ്ട. അങ്ങനെ എപ്പോഴെങ്കിലും പാരൻസ് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അവർ നെട്ടോട്ട് ഓടുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ പഠിച്ച് നിങ്ങളൊരു ജോലി വാങ്ങി നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഇത് ഇന്നത്തെ കാലത്ത് പഠിച്ചെങ്കിൽ മാത്രമേ നേടാൻ പറ്റുള്ളൂ അല്ലേ? കാരണം അത്രയും കോമ്പറ്റീഷൻ കൂടി വരികയാണ്. അപ്പം റിസൾട്ട് ഇപ്പോൾ ഫുൾ A+ വാങ്ങിക്കാൻ പറയുന്നത്, ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറയുന്നത് നമ്മുടെ പാരൻസിന് മറ്റുള്ളവരുടെ മുന്നിൽ പൊങ്ങച്ചം കാണിക്കാനല്ല. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ലോകത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് അറിയുന്നത് കൊണ്ടാണ്. അപ്പം നമ്മളോട് പാരൻസ് പറയുന്നത് പഠിക്കാനാണ്. അപ്പോൾ അവർ ഈ ഒരു 24 hours കഷ്ടപ്പെടുന്നതിൻ്റെ 1% നിങ്ങൾ ഇട്ടാൽ മതി, നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അതിൻ്റെ റിസൾട്ട് എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാകും. അതിൻ്റെ റിസൾട്ടായിരിക്കും അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. അപ്പോൾ എൻ്റെ മക്കളെ എന്ത് ചെയ്യുക? നിങ്ങൾ ഇനിയെങ്കിലും, ഇത്രയും കാലം നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ആ ഒരു കാര്യം മനസ്സിലാക്കി സിൻസിയറായിട്ട് എല്ലാ ദിവസവും ഡെയിലി നിങ്ങൾ 2 or 3 hours പഠിച്ചാൽ മതി. നിങ്ങളുടെ റിസൾട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ ഒരു സിൻസിയർ എഫേർട്ട് നിങ്ങൾ ഇടുമെന്നുള്ളൊരു പ്രോമിസ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. അങ്ങനൊരു സിൻസിയറിറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും മിസ് പറയാൻ കേട്ടിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. വെറുതെ മിസ് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞാനൊരു പ്രോമിസ് കമൻറ്റ് ചെയ്യുക, അങ്ങനെയല്ല. നിങ്ങൾക്ക് സിൻസിയറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നല്ലപോലെ പഠിക്കുക. ഇനി എക്സാമിനറിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചസിൽ അഡ്മിഷൻ എടുക്കാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇപ്പോഴാണെങ്കിൽ ഓഫർ പ്രൈസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ടായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് പഠിക്കുക. ഓക്കെ, അതിൻ്റെ നല്ലൊരു റിസൾട്ട് എൻ്റെ കുട്ടിയൊക്കെ ഉണ്ടാകും. അത്രേ ഉള്ളൂ.